ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. മേളിൽ കാണുന്ന സ്ക്രീൻ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് കഴിഞ്ഞ വാർഡ് മെമ്പർ, അതായത് ഞങ്ങളെ UDFൻ്റെ വാർഡ് മെമ്പർ LDF അനുവദിച്ച പൈസ കൊണ്ട് പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. റോഡ് കോൺക്രീറ്റ് ചെയ്തതാണ്. പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച പൈസ കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. ഒരു ചെറിയ മഴ പെയ്താലുള്ള അവസ്ഥ നോക്കിക്കോണേ. ഇവരെന്തോ ഉദ്ദേശിച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്യിപ്പിച്ചെന്ന് അറിയാൻ വയ്യ. ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ ഇതാണ് അവസ്ഥ. കണ്ടോ, ഇതിനകത്ത് പട്ടിയായാലും വന്ന് വെള്ളം കുടിക്കുകയും എല്ലാം ഇതിനകത്ത് പറ്റുന്നുണ്ട്. ഇതിനകത്ത് പള്ളിയിൽ പോകുന്ന പിള്ളേർക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ട്യൂഷന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തിനാണിങ്ങനെ പഞ്ചായത്ത് മെമ്പർ റോഡ് കോൺക്രീറ്റ് ചെയ്തതെന്ന് അറിയാൻ വയ്യ. കണ്ടോ, ഇതാണ് അവസ്ഥ. ഒരാൾക്ക് പോലും ഇതിലെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഈ ഒരു ചെറിയ മഴ പെയ്യുമ്പം കെട്ടുന്ന വെള്ളമാണ്. എന്തുദ്ദേശിച്ചാണ് ഇവർ റോഡ് കോൺക്രീറ്റ് ചെയ്തതെന്നറിയാൻ വയ്യ. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, നാളെ ഈ വീഡിയോ റിപ്പോർട്ടടിച്ച് പോകുമോ എന്നൊന്നും എനിക്കറിയാൻ മേല. ഇത് കണ്ട, ഒരു ചെറിയ മഴ ഇന്നലെ രാത്രി പെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അവസ്ഥ. രാവിലെ പള്ളിപ്പര പിള്ളേർക്കും അത് കഴിഞ്ഞ് ട്യൂഷൻ പോയിട്ട് വരുന്ന പിള്ളേർക്കും ഒന്നും ഇവിടെ ഇതിലേ കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് കഴിഞ്ഞ UDF മെമ്പർ ഇരുന്ന വാർഡാണ് ഞങ്ങളത്. അന്ന് കോൺക്രീറ്റ് ചെയ്തതാണ്. ഇത് 2 വാർഡുകളുടെയാണ്. ഒരു LDF മെമ്പറും ഉണ്ട്. ഈ സൈഡ് LDF മെമ്പർ, ഈ സൈഡ് UDF മെമ്പർ. കണ്ടോ, ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ ഇതാണ് അവസ്ഥ. കണ്ടോ, ഇവിടുത്തെ കുട്ടികൾക്ക് പോലും ഇതിലേ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ 2 മെമ്പർമാരുണ്ടായിരുന്നു ഇവിടെ ടാറ് ചെയ്യാൻ. ഇത് ഫണ്ടുകൾ അനുവദിച്ചിട്ടിട്ട് ഒരുപാട് നാളായ ഫണ്ടായിരുന്നു. അതിപ്പോൾ അവർ കോൺക്രീറ്റ് ചെയ്ത സമയത്ത് എന്ന പെശകാണ്. ഈ ഒരു സ്ഥലം മാത്രമേ വെള്ളം കിട്ടുന്നുള്ളൂ. അത് അന്ന് മെമ്പർ നോക്കിയും കണ്ട് ചെയ്തതാണോ ചെയ്യാത്തതാണോ എന്താണ് തെറ്റെന്ന് ആർക്കും അറിയാൻ വയ്യ. ഇപ്പോൾ ഇതിലേ കൂടി രാവിലെ ഒരു 7:30-ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാം. ഇതിലും വെള്ളമാണ്, ഭയങ്കരമായിട്ടുള്ള വെള്ളമാണ്. ഇതിലേ കൂടി സ്കൂൾ പിള്ളേരായാലും പള്ളിപ്പര പിള്ളേരായാലും ഇതിലേ കൂടി നടന്നു പോകുന്ന വളരെ കഷ്ടകരമാണ്. പോരാത്തതിന് ഈ വീട്ടിലുള്ള കോഴി ഷെഡിൻ്റെ അടിയിൽ തുരപ്പം തുരന്ന് മണ്ണെല്ലാം ഇതിനകത്തോട്ട് തള്ളി ഇട്ടിട്ടുമുണ്ട്. നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പം ഇന്നിച്ചിരി വെള്ളം കുറവുണ്ട്. 2 ദിവസം മുമ്പ് വരെ ഇന്നലെ പെയ്ത മഴയാണ്. ഇന്നലെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇത് പരമാവധി ഷെയർ ചെയ്യുക. ഈ കോൺക്രീറ്റ് ഒന്നുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. എത്രത്തോളം ഷെയർ ചെയ്യുക അത്രത്തോളം ഷെയർ ചെയ്യുക. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഇത്തിരി നാളുകൊണ്ട് ഞാൻ ഇടണമെന്ന് വെച്ചാണ്. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിക്കാരെന്ത് പറയുമെന്ന് പേടിച്ചാണ് നമ്മൾ ഇത്രയും നാൾ ഇടാതിരുന്നത്. ഞാൻ ഒരു നടന്നു പോകുന്നൊരു വ്യക്തിയാണ്. എനിക്ക് വരെ ഈ വെള്ളത്തിൽ കൂടി പോകാൻ പറ്റത്തില്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടി നക്കലും അതും ഇതുമൊക്കെ ഉള്ളതാണ്. ശരാശരി കാലിലൊരു മുറിവുള്ള ഒരു വ്യക്തിക്ക് ഈ വെള്ളത്തിൽ കൂടി ചവിട്ടി വേണം ഇതിലേ കൂടി പോകാൻ. ഈ വെള്ളത്തിലുള്ള അണുക്കളെല്ലാം ഇതിനകത്ത് വരും. വേറൊരു കാര്യം കാണിച്ചു തരാം സുഹൃത്തുക്കളെ. പരമാവധി ഷെയർ ചെയ്യണം എല്ലാവരും. ഇതാണ് ഇവരുടെ കോഴിക്കൂടിൻ്റെ അടുത്ത് ഇവർ മറച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഈ മഴ പെയ്യുന്നതിന് മുമ്പ് വരെ ഇവിടെ മണ്ണുകൾ ശരിക്കുണ്ടായിരുന്നു. കണ്ടോ, ഇത് ഇവർ കണ്ടോ ഇതിലെ മണ്ണ് ഇവിടെ കൂന കൂട്ടി കിടന്നതാണ്. ഒരു കൊച്ചു വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇതിലേ കൂടി പോകാൻ ഭയങ്കര പ്രയാസമല്ലേ മഴ പെയ്ത് കഴിഞ്ഞാൽ? ഉള്ളത് തുറന്ന് പറയണം. ഈ വെള്ളത്തിൽ കൂടി ചവിട്ടി വേണം ഇവരെല്ലാം പോവാൻ. അപ്പോൾ ഇന്നത്തേക്ക് ഇതേ ഉള്ളു. നാളെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക. എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.